ഹലോ ഓൾ, വെൽക്കം ടു കൺസെപ്റ്റ്സ്. അപ്പോൾ നമ്മൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ JEE എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. കുറേ ഡൗട്ട്സ് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക. ജസ്റ്റ് ഞാൻ ഈ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ്, നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് മൊത്തം ഒന്ന് റീഡ് ചെയ്യുവാണ്. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു PDF അവൈലബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ആദ്യം മുതൽ തന്നെ നമുക്ക് നോക്കാം. സോ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് എക്സാമിൻ്റെ എന്നാണ് 30/07/2024 ആണ് ഓപ്പണിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ 1 സെക്കൻഡ്. അപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. സോ നമ്മുടെ മെയിൻ ഡേറ്റ് എന്ന് പറയുന്നത് 30/07/2024 അത് കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു. ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 29/08, ഒരു മാസത്തെ ടൈമുണ്ട്. ലാസ്റ്റ് 23, അതായത് 12 മണിക്ക് മുന്നേ വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻ ഇൻ ആപ്ലിക്കേഷൻ ഫോം വിത്ത് പേയ്മെൻറ്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീസ്, അതാണ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ഉള്ള ഡേറ്റാണ് 30/8/2024 മുതൽ 8/9/2024 മുതൽ വരെ. അതായത് അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തെ ടൈം നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഡീറ്റെയിൽസ് ഫിൽഡ്, പ്ലീസ് നോട്ട്, ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം ആൻഡ് ചോസൺ RRB കനോട്ട് ബി മോഡിഫൈഡ്. അപ്പോൾ ഇതൊരു ഡൗട്ടായിരുന്നു. RRB ചൂസ് ചെയ്താൽ അത് നമ്മൾ ഒരു RRB ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോഡിഫിക്കേഷൻ വരുമ്പോൾ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു RRB ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മോഡിഫിക്കേഷൻ ടൈമിൽ മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ അതിന് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒഴിച്ച് ബാക്കിയെല്ലാം മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ആപ്ലിക്കേഷൻസിൻ്റെ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡൗട്ട്സാണ് ഞാനിതിൽ ക്ലിയർ ചെയ്യുന്നത്. നമ്മൾ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊക്കെ നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ്, പ്ലീസ് റീഡ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദി CEN thoroughly ബിഫോർ ഫില്ലിംഗ് അപ്പ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിത് മൊത്തം ഒന്ന് വായിച്ച് നോക്കാം. Candidate must ensure that they possess or fulfill all the prescribed educational and technical qualification for the post on or before closing date of the submitting application. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഇതിൽ പറഞ്ഞേക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക ലാസ്റ്റ് ഡേറ്റിന് മുന്നേ. അപ്പോൾ നിങ്ങൾക്ക് പലരും BTechോ അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് അവൈറ്റിംഗ് ആണെങ്കിൽ ആ റിസൾട്ട് എപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിന് മുന്നേ, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് മുന്നേ, മോഡിഫിക്കേഷൻ അല്ല ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കണം, സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. Candidates waiting for the final results of the prescribed educational or technical qualification are not eligible to apply. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഇല്ല. ഓക്കെ, അതായത് ലാസ്റ്റ് ഡേറ്റിന് ശേഷം കേട്ടോ, ആ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് ഹോപ്പുണ്ട്. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങൾക്ക് റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. Candidates are required to go through the post parameter table ആൻഡ് വേക്കൻസി ടേബിൾ, അതൊക്കെ നമുക്ക് നോക്കാം. ടു അസർട്ടൈൻ ദെയർ എലിജിബിലിറ്റി ആൻഡ് ബിഫോർ അപ്ലൈ. അപ്പോൾ എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാൻ വേണ്ടിയിട്ട് അനക്ഷർ എയും അനക്ഷർ ബിയും നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈച്ച് കാൻഡിഡേറ്റ് ഈസ് അലൗഡ് ടു അപ്ലൈ ഓൺലി 1 RRB ആൻഡ് ഓൺലി 1 കോമൺ ഓൺലൈൻ എക്സാമിനേഷൻ. Online application should be submitted by a candidate for any or all of the notified post as per their eligibility. അതായത് ഏതെങ്കിലും ഒരേ ഒരു RRBയിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു കോമൺ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ്? പല പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ അതൊരു കോമൺ ആപ്ലിക്കേഷൻ
ആണ് അതിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഒരു കോമൺ ആപ്ലിക്കേഷനിൽ നമുക്ക് പല പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഒരേ ഒരു RRB ചൂസ് ചെയ്തത് അതായിരിക്കും ഫൈനൽ RRB. നമുക്ക് പിന്നെ അതിനെ മാറ്റാനും പറ്റത്തില്ല. ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ഓൺലി ത്രൂ എനി ഓഫ് ദി ഒഫീഷ്യൽ RRB വെബ്സൈറ്റ് ലിസ്റ്റഡ് ഇൻ പാര 15G ബില്ലോ. അപ്പോൾ 15G എന്ന് പറയുന്ന പാരയിൽ പറഞ്ഞേക്കുന്ന RRB വെബ്സൈറ്റിൽ ചെന്നിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ദി സെലക്ഷൻ ഓഫ് RRB വൺസ് എക്സസൈസ് ഷാൽ ബി ഫൈനൽ. അത് വീണ്ടും അവർ പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു RRB സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു RRB സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഫൈനലാണ് ആ ഡിസിഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ടു മോർ ദാൻ 1 RRB വിൽ ലീഡ് ടു റിജക്ഷൻ ഓഫ് ഓൾ ആപ്ലിക്കേഷൻസ്. അപ്പോൾ 2-3 RRBയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ സോൾലി റിജക്റ്റ് ചെയ്യും, പിന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. കാൻഡിഡേറ്റ് possessing more than one minimum educational qualification mapped to different exam groups can choose any one exam group provided he or she opt for the post whose educational qualification is mapped to the chosen exam group. However, these candidates would be eligible for all the opted posts. Accordingly, chemical and metallurgical supervisor exam group is mandatory for level 7. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് പല ഗ്രൂപ്പുകളിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ഒരേ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എല്ലാം മാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് കാൻഡിഡേറ്റ് പോസസിങ് മോർ ദാൻ 1 മിനിമൽ എഡ്യൂക്കേഷൻ, അതായത് ഇപ്പോൾ പലർക്കും കുറേ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടല്ലോ, പലതിനും പല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓരോ പോസ്റ്റും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ പോസ്റ്റും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കൺഫ്യൂസിങ് ആണത്. കാൻഡിഡേറ്റ് പോസിങ് മോർ ദാൻ 1 മിനിമൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാപ്പ് ടു ഡിഫറെൻറ്റ് എക്സാം ഗ്രൂപ്പ്സ് ക്യാൻ ചൂസ് എനി വൺ എക്സാം ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു എക്സാം ഗ്രൂപ്പ് ചൂസ് ചെയ്താൽ മതി. പ്രൊവൈഡഡ് ഹി ഓർ ഷീ ഓപ്റ്റ്സ് ഫോർ ദി പോസ്റ്റ് ഹൂസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇസ് മാപ്പ് ടു ദി ചോസൺ എക്സാം ഗ്രൂപ്പ്. അപ്പോൾ ഒരു എക്സാം ഗ്രൂപ്പ് നമുക്ക് ചൂസ് ചെയ്യാം. ആ എക്സാം ഗ്രൂപ്പിൽ എന്തായിരിക്കണം, ഇവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് മാപ്പ് ചെയ്യുന്ന എല്ലാ എക്സാംസും എല്ലാ പോസ്റ്റും ഉണ്ടെന്ന് എൻഷുർ ചെയ്താൽ മതി. ഓക്കെ, അത് നമുക്ക് പോകെ മനസ്സിലാവും. So eligibility of the candidates will be provisional based on the details furnished by the candidates in the online application. അപ്പോൾ ഇതെല്ലാം എല്ലാ എലിജിബിലിറ്റിയും പ്രൊവിഷണലാണ്. RRB will not undertake detailed scrutiny of the application for the eligibility. കൂടുതൽ സ്ക്രൂട്ടിനി ഒന്നും അവർ നടത്തത്തില്ല. Therefore candidature will be accepted only provisionally. അതുകൊണ്ട് പ്രൊവിഷണൽ ആയാണ് കാൻഡിഡേച്ചർ എടുക്കുന്നത്. അതായത് നമ്മൾ അപ്ലൈ ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും എക്സാം എഴുതിയാലും ഒക്കെ എല്ലാം പ്രൊവിഷണലാണ്. സബ്ജക്റ്റ് ടു ഫുൾഫില്ലിംഗ് basic eligibility criteria are as required. Candidate must go through the requirement of educational qualification, age, medical standards, etc. അപ്പോൾ നമ്മൾ തന്നെ എൻഷുർ ചെയ്യണം നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന്, ഏജ് കറക്റ്റ് ആണെന്നും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ തന്നെ എൻഷുർ ചെയ്യണം. RRB ഇതൊന്നും ഈ സമയത്ത് ഇതൊന്നും ചെക്ക് ചെയ്യില്ല, ഡീറ്റെയിൽ സ്ക്രൂട്ടിനി ഒന്നും ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് എപ്പോഴാണ് ഇവർ സ്ക്രൂട്ടിനി ചെയ്യുന്നതെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെൻറ്റ്സ് ഇൻ സപ്പോർട്ട് ടു ദെയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ്, കാസ്റ്റ്, കാറ്റഗറി, കമ്മ്യൂണിറ്റി എക്സെട്ര ഷാൽ ബി സോട്ട് അറ്റ് ദ ടൈം ഓഫ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ബൈ RRB. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എന്താണെന്നൊന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രൂട്ടിനി ചെയ്യില്ല. പക്ഷേ എപ്പോഴാണ് അവർ ചെയ്യുന്നത്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ചെയ്യുന്നത്. After scrutiny of the certificate, documents of educational qualification, age, caste, category, community, etc., if any claim made in the application is not substantiated by certificates or documents, candidature of the candidate will be cancelled. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളിപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, കറക്റ്റ് ഡേറ്റിനുള്ളതാണ് ഉള്ളത് എന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ കയ്യിൽ പഴയ ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പഴയ ഡോക്യുമെൻ്റ് വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തു എന്നിരിക്കട്ടെ, ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മൾ ഔട്ടാവും. അതായത് ഇൻ കേസ് എനിക്ക് എൻ്റെ OBC സർട്ടിഫിക്കറ്റ് പഴയതാണ്,
ഈ ഒരു ഏജ് ഡേറ്റ്സിനുള്ളിലുള്ള ഒരു OBC സർട്ടിഫിക്കറ്റ് അല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷെ ഞാനത് വെച്ച് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഈ ഒരു ടൈം പീരീഡ്, ഈ അപ്ലൈ ചെയ്യുന്ന ടൈം പീരീഡിനുള്ളിലുള്ള OBC സർട്ടിഫിക്കറ്റ് നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ അവിടെ വെച്ച് ഇല്ലാണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് അവരവരുടെ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഉള്ളത് തന്നെയാണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ്. കാൻഡിഡേറ്റ് വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർത്ത് വിത്ത് if at any stage of the recruitment or even thereafter it is found that the information furnished by the candidate in his or her application is false or incorrect. നമ്മൾ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്ത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. or that the candidate has suppressed any relevant information. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഇൻഫർമേഷൻ മറച്ചു വെച്ചു എന്ന് കണ്ടാലും നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. or that the candidate does not satisfy the eligibility criteria or പോസ്റ്റിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇല്ലെങ്കിലും നമ്മൾ ടെസ്റ്റ് പാസ്സായിട്ട് ഒരു കാര്യമില്ല, അവർ ക്യാൻസൽ ചെയ്യും. ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ക്ലെയിം ഓഫ് SC, ST, OBC, EWS, EBC status or any other benefit with fee concession, reservation, age relaxation, etc. were not specified otherwise will be the closing date for the submission of online application against CN. അതായത് ലാസ്റ്റ് ഡേറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ക്ലെയിം ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിച്ച് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട, നാളെ തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ പറയുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. Candidates must ensure that they fulfill all the prescribed medical standards. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി താഴെ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. Candidates who are found medically unsuitable for the opted post shall be given any alternative appointments. അപ്പം മെഡിക്കലി അൺസ്യൂട്ടബിൾ ആണ് ഏതെങ്കിലും ഒരു പോസ്റ്റിനെന്ന് വെച്ചാൽ അവർ വേറെ പോസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അവരെ പ്രിഫർ ചെയ്യും. ഇനി ഏജ് എന്ന് പറയുന്നത് ഏജ് ക്രൈറ്റീരിയ, ഏജ് 1/1/2025 വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 18-നും 36-നും ഇടയിലായിരിക്കണം, വിത്തൗട്ട് എനി റിസർവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 18 to 36 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് വേണ്ടത്. അത് 1/1/2025 36, അതായത് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത്രയും 37 ആയിപ്പോയാൽ നമുക്ക് പറ്റത്തില്ല. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ പറയുന്ന പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ ഒന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. സ്റ്റേജസ് ഓഫ് എക്സാംസ് നമുക്കറിയാം, അതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല. ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കാൻഡിഡേറ്റ്സ് നോർമലൈസേഷൻ വേണ്ട. ഇനി അടുത്തത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ദെയർ ഓൺ ആക്റ്റീവ് മൊബൈൽ നമ്പർ വേണം. അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്കത് കിട്ടാൻ മാർഗ്ഗമില്ല എന്ന് വെച്ചാൽ അത് കൊടുക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള, അതായത് ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇനി ഒരു 4-5 മാസം നമുക്ക് വേണ്ട ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. ഒരു 6-7 മാസം വരെ ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ അത്രയും ദിവസവും ഈ മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ മൊബൈൽ നമ്മൾ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കഴിയുന്നത് ഒരു മൊബൈൽ ഇതിന് വാങ്ങുകയോ ആക്റ്റീവായിട്ട് വെക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു വാലിഡ് പേഴ്സണൽ ഇമെയിൽ ID, അതുപോലെ തന്നെ ഇമെയിൽ ID എല്ലാവരും നോട്ട് ചെയ്യുക. ഇമെയിൽ കിട്ടുന്ന ഇമെയിൽ ID ആണെന്ന് നോക്കുക. അതായത് നിങ്ങളുടെ ഇമെയിൽ ID അതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് ലിമിറ്റൊക്കെ എക്സീഡ് ചെയ്ത് കിടക്കുവാണ്, ഇമെയിൽസ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ആ ഇമെയിൽ ID കൊടുക്കരുത്. വാലിഡ് ആയിട്ടുള്ള പേഴ്സണൽ ഇമെയിൽ ID മാത്രമേ കൊടുക്കാവുള്ളൂ. അത് മെയിൽ കിട്ടുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും വേണം. RRB വിൽ നോട്ട് എൻ്റർടൈൻ എനി റിക്വസ്റ്റ് ഫോർ ദി ചേഞ്ച് ഇൻ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ് അറ്റ് എനി സ്റ്റേജ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണിപ്പോൾ? മൊബൈൽ നമ്പർ, ഇമെയിൽ ID. പിന്നെ നേരത്തെ പറഞ്ഞു RRBയുടെ ഏത് പോസ്റ്റാണ് ഏത് RRB ആണ് ചൂസ് ചെയ്തത്, അത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഒന്നിൽ കൂടുതൽ ഓൺലൈനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ അക്കൗണ്ടും മാറ്റാൻ പറ്റത്തില്ല. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇപ്പോൾ നോക്കണ്ട. ഡ്യൂറിങ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ്സ് വിൽ ബി ആസ്ക്ഡ് ടു ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും.
If a candidate has already created an account for CENs notified in 2024, ഇത് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ട്, കുറേ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരുടെ കാര്യമാണ് ഇനി പറയുന്നത്. ദേ ഷുഡ് യൂസ് സെയിം അക്കൗണ്ട് ക്രെഡൻഷ്യൽസ് ടു ലോഗിൻ. അതേ അക്കൗണ്ട് ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ആൻഡ് അപ്ലൈ ഫോർ ദ CEN ആസ് വെൽ. ഇതിലും അപ്ലൈ ചെയ്യാൻ അതേ അക്കൗണ്ട് മതി. If the candidates have not created any account earlier, മുന്നേ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ they must first create an account. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക before proceeding to fill up the application for the CEN. Candidates are advised to fill the details required for account creation with utmost care, as corrections of any kind will not be permitted once account is created. അപ്പോൾ അക്കൗണ്ട് ക്രിയേഷനിൽ പിന്നെ കറക്ഷൻ നമുക്ക് പറ്റത്തില്ലെന്ന് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ദി ക്രിയേറ്റ് അക്കൗണ്ട് ഫോം ഇൻക്ലൂഡിംഗ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID cannot be modified at any stage once account is created. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. After submission of the online application, complete in all respects, if the candidate wishes to further modify, change or correct any detail except details filled in the create account form, including email ID and mobile number. അതായത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഫോമിൽ കൊടുത്ത ഡീറ്റെയിൽസ് അല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ, അതോടൊപ്പം തന്നെ ചൂസൺ RRBയും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടും അല്ലാണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഹി ഓർ ഷീ മേ ഡു സോ ബൈ പേയിങ് എ മോഡിഫിക്കേഷൻ ഫീ. നമ്മളൊരു മോഡിഫിക്കേഷൻ ഫീ അവിടെ അടയ്ക്കണം. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയാണത്? 250 രൂപ അടയ്ക്കണം. അത് നോൺ റീഫണ്ടബിൾ ആണ്. ഫോർ ഈച്ച് ഒക്കേഷൻ, ഓരോ പ്രാവശ്യം നമ്മൾ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴും 250 രൂപ അടയ്ക്കണം. അപ്പോൾ തെറ്റൊന്നും വരാത്ത രീതി തന്നെ നമ്മൾ പോവുക. നമുക്ക് മോഡിഫിക്കേഷൻ ഇല്ല എന്നുള്ള രീതി തന്നെ നിങ്ങൾ പോവുക. അത്രയും അറ്റ്മോസ്റ്റ് കെയർ എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. പിന്നെ എപ്പോഴാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് അവർ തന്നിട്ടുണ്ട്. 30/8/2024 മുതൽ 8/9/2024 വരെയുള്ള ആ ഒരു കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരു 8-9 ദിവസം. ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓരോ പ്രാവശ്യം കറക്റ്റ് ചെയ്യുമ്പോൾ 250 രൂപ കൊടുക്കണം. ഓരോ പോയിന്റ് കറക്റ്റ് ചെയ്യുമ്പോഴല്ല, അറ്റ് എ ടൈം. ഒരു പ്രാവശ്യം നമുക്ക് കറക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ 250 രൂപ ഫീ കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ കറക്ഷൻസും ചെയ്യാം. പിന്നെ അടുത്ത പ്രാവശ്യം കയറുവാണെങ്കിൽ വീണ്ടും നമ്മൾ 250 രൂപ ഫീ അടച്ചിട്ട് വേണം കയറേണ്ടി വരിക. ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ആഫ്റ്റർ 809, അപ്പോൾ 809 2024 8/9/2024 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇനി ബാൻഡ് ഐറ്റമൊക്കെ എക്സാമിന് പോകുമ്പോൾ ഉള്ള കാര്യമാണ്, അത് നമ്മളിപ്പോൾ നോക്കണ്ട. ഇനി നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസിലേക്ക് പോവാം. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ബിഫോർ അപ്ലൈയിങ് ഫോർ ദി പോസ്റ്റ്, ഓക്കെ, ഉണ്ട്. RRB shall conduct verification of eligibility conditions only after the candidates have qualified in all stages of examination and are shortlisted for document verification. Document verification shortlist ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വെരിഫിക്കേഷൻ എലിജിബിലിറ്റി ഒക്കെ RRB ചെക്ക് ചെയ്യത്തുള്ളൂ. RRBs may reject the candidature of any applicant at any stage of recruitment process in case that the candidate is found to be ineligible. നമ്മൾ ഇതിപ്പോൾ ഇവർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ്. പക്ഷേ ഏതൊരു സ്റ്റേജിൽ വെച്ചും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ തന്നെ കാൻഡിഡേച്ചർ ക്യാൻസൽ ചെയ്യാൻ പറ്റും. If appointed, such a candidate shall be removed from service. ഇനി ഇതൊന്നും കണ്ടുപിടിക്കാതെ അപ്പോയിൻറ്റ് ചെയ്താൽ പോലും സർവീസിൽ നിന്നും നമ്മളെ പുറത്താക്കാനുള്ള വകുപ്പുമുണ്ട്. Before applying for the post against this notification, candidates should satisfy themselves that they fulfill all the eligibility norms including age, educational qualification and medical standards. ഇത് മൂന്നും ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? ഓരോ പോസ്റ്റിനും ഓരോന്നാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. Candidates should ensure that
they have the requisite technical qualification from recognized board, university or institute as on the closing date for the submission of application. അപ്പോൾ കുറേ പേര് റിസൾട്ട് അവൈറ്റഡ് ആണ്, കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് അവൈറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലോസ് ആണിത്. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റിലാണ് നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫൈനൽ സെമ്മിൻ്റെയോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് എന്തായിരിക്കണം, അതായത് റിസൾട്ട് വന്നത് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ. Those awaiting results for the final examination for the prescribed qualification are not eligible and hence to. ആ സമയത്ത് ലാസ്റ്റ് ഡേറ്റിലും നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. Candidates who submit more than one application against this CEN will be summarily rejected and will be debarred from all future examination. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയുള്ള എല്ലാ RRBൻ്റെ എക്സാമിൽ നിന്നും നിങ്ങൾ ഡിബാർ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. റെയിൽവേ അപ്പോൾ RRC റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൽ നിന്നും നിങ്ങൾ ഡിബാർ ചെയ്യും. സിമിലർലി ആപ്ലിക്കേഷൻ ഫോർ കാൻഡിഡേറ്റ്സ് ഹു ആർ അറ്റംപ്റ്റിംഗ് ടു സബ്മിറ്റ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ വിത്ത് മൈനർ ചേഞ്ചസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഓർ ദി ഫാക്ട്സ് ടു മോർ ദാൻ വൺ RRB or multiple application to the same RRB will be summarily rejected. അതായത് പല RRBയിലേക്ക് പല ആപ്ലിക്കേഷൻ കൊടുക്കുകയോ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട്, അതുപോലെ തന്നെ ഒരു RRBയിൽ പല ആപ്ലിക്കേഷൻസ് ആണ് പല അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്താലും ഒക്കെ റിജക്റ്റ് ആവും. ആൻഡ് സച്ച് കാൻഡിഡേറ്റ് വിൽ ഓൾസോ ബി. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒറ്റ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒറ്റ ആപ്ലിക്കേഷൻ, അതിൽ പല പോസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. Candidates who are presently debarred by any RRB RRC should not apply. അപ്പോൾ അങ്ങനെ ഡിബാർ ചെയ്ത ഏതെങ്കിലും കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. Candidates who have been dismissed from service by the Government of India, state government, PSU or any other government organization അവരും ഇതിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി candidates should enter their name, father's name, date of birth as recorded in the matriculation, SSLC or high school examination certificate or an equivalent certificate only. അപ്പോൾ നിങ്ങളുടെ മെട്രിക്കുലേഷൻ SSLC അല്ലെങ്കിൽ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള പേരായിരിക്കണം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഫുൾ നെയിം, ഫാദറിൻ്റെ നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ. ഇൻ കേസ് ഓഫ് എനി ചേഞ്ച് ഇൻ നെയിം, അപ്പോൾ നെയിം ചേഞ്ച് ഉള്ളവർ എന്താ ചെയ്യേണ്ടത്? കാൻഡിഡേറ്റ് ഷുഡ് ഇൻഡിക്കേറ്റ് ദർ ചേഞ്ച്ഡ് നെയിം. ഹൗവർ ഓൾ അതർ ഡീറ്റെയിൽസ് ഷുഡ് മാച്ച് വിത്ത് ദി മെട്രിക്കുലേഷൻ. അപ്പോൾ നെയിം ചേഞ്ച് ഉള്ളവർ ചേഞ്ച് നെയിം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ ബാക്കിയുള്ളതെല്ലാം മെട്രിക്കുലേഷനോ അല്ലെങ്കിൽ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റിനോ ഉള്ളതായിരിക്കണം. ഡേറ്റ് ഓഫ് സച്ച് ചേഞ്ച് ഓഫ് അവർ ആപ്ലിക്കേഷൻ ഫോർ സച്ച് ചേഞ്ച് ഷുഡ് ബി പ്രയർ ടു ദി ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതായത് നിങ്ങളുടെ പേരൊക്കെ ചേഞ്ച് ചെയ്തേക്കുന്നതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഷുഡ് ബി പ്രയർ ടു ദി ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് നിങ്ങൾ എന്നാണോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് അതിന് മുന്നേ ആയിരിക്കണം. അതായത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യുവാണ്, എൻ്റെ പേര് ഞാൻ ഇന്ന് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പേര് എഴുതി വെച്ചിട്ട് പിന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം പേര് മാറ്റിയാൽ ഗസറ്റിലൊക്കെ കൊടുത്ത് പേര് മാറ്റിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ദിവസത്തിന് മുന്നേ ആയിരിക്കണം പേര് ഉണ്ടാവേണ്ടത്. Gazette notification or any other legal document as applicable for in such cases should be submitted at the time of document. എപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മുടെ പേര് മാറ്റേണ്ടതൊക്കെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇനി ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉള്ളത് കൊടുക്കേണ്ടത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മാത്രമായിരിക്കും കേട്ടോ. സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ്. സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഓൺ ഓൾ ദി ഡോക്യുമെൻറ്റ് ഷുഡ് ബി യൂണിഫോം ആയിരിക്കണം, ഐഡൻറ്റിക്കൽ ആയിരിക്കണം. സിഗ്നേച്ചർ മസ്റ്റ് ബി ഇൻ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് നോട്ട് ഇൻ ബ്ലോക്ക് ഓർ ക്യാപിറ്റൽ ഓർ ഡിസ്ജോയിൻറ്റ് ലെറ്റേഴ്സിലായിരിക്കല്ല, റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിലായിരിക്കണം. യൂസ് ഓഫ് ദി ഡിഫറെൻറ്റ് സിഗ്നേച്ചർ മേ റിസൾട്ട് ഇൻ ഡിസ്ക്വാളിഫിക്കേഷൻ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ ഒന്നും പാടില്ല, എല്ലാവർക്കും സിഗ്നേച്ചർ ഉണ്ടാവുമല്ലോ.
And dates of CBT document verification will be published on the website of participating RRBs as given in para 15G. E-call letters of CBTs and DV applicable should be downloaded only from the website of the RRBs concerned as given. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന RRBയിൽ നിങ്ങൾക്ക് CBTൻ്റെയും DVൻ്റെയും ഒക്കെ ഡേറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കോൾ ലെറ്റേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതും ഈ അപ്ലൈ ചെയ്ത കൺസേൺഡ് RRBയിൽ നിന്നായിരിക്കും. ഡേറ്റ് ആൻഡ് ടൈമും വെന്യൂ ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്താ പറയുന്നത്, വേക്കൻസീസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി CNR പ്രൊഫഷണൽ ആൻഡ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓർ മേ ഈവൻ, അതൊക്കെ നമുക്ക് പിന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നോക്കിയാൽ മതി. ഇനി പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് ഓർ റെയിൽവേസ് ഓർ യൂണിറ്റ്സ്. Candidates will have to indicate their options and order of preference for various posts for which they are eligible in the opted RRB in their online application. അപ്പോൾ നമ്മുടെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, ഓപ്ഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യണം. അതായത് പ്രിഫറൻസ് ഓർഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഏത് RRB ആണോ സെലക്ട് ചെയ്തേക്കുന്നത് അവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് ഓർഡർ കൊടുക്കാൻ പറ്റും. കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് കൺസിഡർ ഫോർ എനി പോസ്റ്റ് ദാറ്റ് they have not opted for. ഇനി ഓപ്റ്റ് ചെയ്യാത്ത പോസ്റ്റിലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ. Vacancies of some of the categories with identical educational qualification, medical standards and PWBD attributes in the same pay level have been merged. അപ്പോൾ ചില വേക്കൻസീസ് merge ചെയ്തിട്ടുണ്ട്. Annexer A1 for the purpose of recruitment alone to make the application process simple, faster and convenient. ഓക്കെ, ചില പോസ്റ്റൊക്കെ merge ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ കോമൺ കാറ്റഗറി ഈസ് ബീയിങ് നോട്ടിഫൈഡ് ഫോർ ദീസ് merged categories. Candidates will be allotted to different categories within the notified merged category based on the option and preference obtained from the candidates at the time of calling them to the document verification. ഓക്കെ, അങ്ങനെ merge ചെയ്തേക്കുന്ന കാറ്റഗറീസിലുള്ളതൊക്കെ ഡിഫറെൻറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള കാറ്റഗറീസിൻ്റെ നമ്മൾ എങ്ങനെ അലോട്ട്മെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിലായിരിക്കും. ഓൺ കംപ്ലീഷൻ ഓഫ് ഓൾ സ്റ്റേജസ് ഓഫ് ദി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് RRBs ഷാൽ അലോ post or and railway unit only as per the options of the candidate subject to merit, reservation and vacancy list. അപ്പം മെറിറ്റിനെയും റിസർവേഷനെയും വേക്കൻസി പൊസിഷനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എവിടെയാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് വരിക എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് പിന്നത്തെ കാര്യമാണ്. കാൻഡിഡേറ്റ്സ് വിത്ത് പാർഷ്യൽ ഓപ്ഷൻസ് വിൽ ബി കൺസിഡർ ഓൺലി ഫോർ സ്പെസിഫിക് കാറ്റഗറീസ് ഓപ്റ്റഡ് ബൈ ദം. നോൺ ഓപ്ഷൻ ഫോർ സെർട്ടൻ പോസ്റ്റ് വുഡ് ബി കൺസിഡർ ആസ് ദെയർ അൺവില്ലിങ്നെസ്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ വില്ലിങ് അല്ല എന്നായിരിക്കും കരുതുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് എന്താ നിങ്ങളുടെ എലിജിബിലിറ്റി അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പോസ്റ്റും കഴിയുന്നതും എല്ലാവരും സെലക്ട് ചെയ്യുക കേട്ടോ. However, RRBs also reserve the right to allot post railway unit not opted by the candidates. In case അങ്ങനെയും ഒരു ഓപ്ഷൻ വരാം, നിങ്ങൾ അലോട്ട് ചെയ്യാത്ത സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരിക. അതൊക്കെ RRBൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഇഫ് കൺസിഡർ നെസസറി ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഇൻട്രസ്റ്റ് സബ്ജക്ട് ടു ദി കാൻഡിഡേറ്റ്സ് മീറ്റിംഗ് റിക്വയർമെൻറ്റ് ഫോർ ദി പോസ്റ്റ് കൺസിഡർ. അപ്പോൾ ഇതൊക്കെ RRBയുടെ ഡിസ്ക്രിപ്ഷനാണ്, എവിടെ വരണം എന്ന്. അങ്ങനെയൊന്നും നോർമലി സംഭവിക്കാറില്ല. ഇൻ കേസ് സംഭവിച്ചു കൂടായികയുമില്ല. In case of shortfall in empanelment of the candidates or other exigencies, RRB reserve the right to utilize the extra list of candidates if required as per the merit and option of the candidate. Okay, അതൊക്കെ ജസ്റ്റ് ജനറൽ കാര്യങ്ങളാണ്. റിസർവ് ദി റൈറ്റ് ടു ക്യാൻസൽ ദിസ് നോട്ടിഫിക്കേഷൻ കേട്ടോ, അതും പറയുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അതൊക്കെ RRB ഉണ്ട് എന്നുള്ളത്. ഇനി റൈറ്റ് ടു അപ്പോയിൻമെൻറ്റ് ഇതൊക്കെ പിന്നെ ഇപ്പോൾ വായിക്കേണ്ട ആവശ്യമില്ല. സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു ഗോ ത്രൂ ദ ട്രെയിനിങ് വെയർ. ഓക്കെ, അടുത്ത് പറയേണ്ടത് പോസ്റ്റിംഗ് വേണ്ട. ഫ്രീ ട്രെയിൻ ട്രാവൽ ഫെസിലിറ്റി RRB റിസർവ് ദി റൈറ്റ് ടു ചേഞ്ച്, മോഡിഫൈ, ആഡ്, ഡിലീറ്റ് ടേംസ് ഓഫ് കണ്ടീഷൻസ്. ഓക്കെ, ദി കൺസെൻറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് അഡ്വൈസ്ഡ് ദർ ഓൺ ഹെൽപ്പ് ലൈൻ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. വേക്കൻസീസ് ഓക്കെ, വേക്കൻസീസിനെ കുറിച്ചൊക്കെ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. കാൻഡിഡേറ്റ്സ് കോൾഡ് ഫോർ DV വിൽ ഹാവ് ടു പാസ് റിക്വസിറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ദി റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ ടു എൻഷുർ ദാറ്റ് ദേ ആർ മെഡിക്കലി ഫിറ്റ് ടു ക്യാരിയർ. ഓരോ പോസ്റ്റിനും ഓരോ രീതിയിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ അത് മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട, അത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. വിഷ്വലി
acuity standard is an important medical visual acuity standard is an important medical fitness for railway service. The medical requirements against different medical standards ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം 4 ടൈപ്പിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. A3, B1, B2 ആൻഡ് C1. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. ജനറൽ ഫിറ്റ്നസ് ആണ്, ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ വിഷൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. വിഷൻ സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് നോക്കിക്കോളൂ. A3 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വിഷൻ 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഒന്നുകിൽ ഗ്ലാസ് വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. പവർ ഓഫ് ലെൻസസ് നോട്ട് എക്സീഡ് 2D ആണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നോർമലി വരുന്ന ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസേൺ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് A3 എന്ന് പറയുന്നത്. നിയർ വിഷൻ SN 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് കേട്ടോ. ഒന്നുകിൽ ഗ്ലാസസ് വെച്ചിട്ടാണെങ്കിൽ കറക്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗ്ലാസസ് ഇല്ലാണ്ട്. മസ്റ്റ് പാസ് ടെസ്റ്റ് ഓഫ് കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മിസോപ്പിക് വിഷൻ, ഇത്രയും. പിന്നെ B1 എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം തന്നെയാണ് വരുന്നത്, പക്ഷേ വി കനോട്ട് എക്സീഡ് 4D ആണ്. നിയർ വിഷൻ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇതും മൂന്നാമത്തെ കണ്ടീഷൻ സെയിം. ഇനി B2 എന്ന് പറയുന്നത് 6/9, 6/12 ഇത് സെയിം തന്നെയാണ്. നിയർ വിഷൻ എന്ന് പറയുന്നത് അതും സെയിം തന്നെയാണ്. മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ ബൈനോക്കുലർ വിഷൻ പാസ് ചെയ്യണം, അതാണ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. C1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വിഷൻ ഇതാണ്. അപ്പം ഈ ഒരു കണ്ടീഷൻസ് എല്ലാവരും പാസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒഫ്താൽമോളജിസ്റ്റ് മീൻസ് അടുത്തുള്ള നിങ്ങളുടെ കണ്ണ് കാണിക്കുന്ന ഡോക്ടേഴ്സിനെ കണ്ട് നിങ്ങളുടെ ഇത് ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ് കേട്ടോ. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്, ഗ്ലാസ് വെച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ above medical standards are indicative and not exhaustive and apply to candidates in general. For all details, candidates are advised to read chapter 5 of the Indian Railway Manual. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ വായിച്ചു നോക്കാനാണ് പറയുന്നത്. ഇതൊരു വലിയ ഒരു സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത്. ഇതിൽ വലുതായിട്ട് വെറി ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ലേസിക് സർജറീൻ്റെ കാര്യം വരെ എടുത്ത് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അണ്ടർഗോൺ ലാസിക് സർജറി ഓർ എനി അതർ സർജിക്കൽ പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്ടറി എറർ ആർ നോട്ട് എലിജിബിൾ ഫോർ ദി പോസ്റ്റ് ദാറ്റ് റിക്വയർ A3 സ്റ്റാൻഡേർഡ് വേണ്ട പോസ്റ്റുകൾക്ക് അവർക്ക് പറ്റില്ല. ബാക്കി പോസ്റ്റുകൾ പറ്റും, A3 സ്റ്റാൻഡേർഡ് നോക്കുന്നവർക്ക് മാത്രം അത് പറ്റത്തില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ എക്സ് സർവീസ്മെൻ ആർ ഡിഫറെൻറ്റ്, അത് അവർ പറയുന്നുണ്ട് ഈ ഒരു പാരയിൽ, അതും നിങ്ങൾ നോക്കുക. പിന്നെ നാഷണാലിറ്റി, ഇതൊക്കെ ജനറൽ കാര്യങ്ങളാണ്. ഏജ് ലിമിറ്റ്, കെമിക്കൽ സൂപ്പർവൈസർ, റിസർച്ച് ഓർ മെറ്റലർജിക്കൽ സൂപ്പർവൈസർ ബാർ റിസർച്ച് എന്ന് പറയുന്നത് 18 to 33 ഇയർ ആണ്. ജൂനിയർ എഞ്ചിനീയർ 18 to 33 ഇയർ ആണ്. എപ്പോഴാണിത്? പ്രിസ്ക്രൈബ്ഡ് ഏജ് നോർമൽ കോഴ്സിനാണ്. പക്ഷേ ഈ ഒരു CEN മാത്രം അത് 18 to 36 18 to 36 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏജ് ലിമിറ്റ് 36 ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ പറയുന്നത് ഇനി റിസർവേഷൻ കാറ്റഗറീസിന് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ജനറൽ UR EWS ആണെങ്കിൽ 1989 ആണ്. 2/1/1989 ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത്. ആൻഡ് ബിഫോർ ഇത് നോട്ട് ബിഫോർ ആണ്, നോട്ട് ബിഫോർ ഇതിന് ശേഷമാണ് വരേണ്ടത് കേട്ടോ. അപ്പർ ലിമിറ്റാണ് പറഞ്ഞേക്കുന്നത് ഇത്, അതായത് ഇതിന് ശേഷം ജനിച്ചവരായിരിക്കണം. 2/1/1989 ശേഷം ജനിച്ചവരായിരിക്കണം UR അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ്സ്. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവരായിരിക്കണം. SC ST ആണെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചവരായിരിക്കണം. ഓൾ കാൻഡിഡേറ്റ്സ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2007 ആണ് ലോവർ ലിമിറ്റ് വരുന്നത് കേട്ടോ. ഇതിന് മുകളിലായിരിക്കും ഏജ്. ഇനി ഏജ് റിലാക്സേഷൻ വരുന്നത് SC STക്ക് 5 വർഷം, OBC നോൺ ക്രിമിനലിന് 3, UR EWS എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ്. EWS 3 ഇയേഴ്സ് ആണ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് സർവീസ് ഫ്രം ഏജ്. പിന്നെ അതൊക്കെ അപ്പം ഇതൊക്കെ ഒന്ന് നോക്കുക, ഇതെല്ലാം വായിക്കേണ്ട സമയമില്ല. അപ്പോൾ ഇതൊന്ന് നോക്കുക ഏജ് ലിമിറ്റ്.
SC, ST, OBC, NCL കാറ്റഗറിയിലുള്ള ആൾക്കാർ യു ആർ അണ്ടർ നോൺ റിസർവേഷൻ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരു റിലാക്സേഷനും കിട്ടത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരും അപ്ലൈ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ candidate must note that the date of birth filled in their application should be same as recorded in their matriculation SSLC. അത് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. No subsequent request for change in the date of birth will be considered. Any difference in the date of birth will lead to disqualification. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആകും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ അനക്ഷർ എയിൽ പറയുന്നുണ്ട്. വെയിറ്റിംഗ് റിസൾട്ടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഫീസ് ഒക്കെ നോക്കാം. 500 നോർമൽ ഫീസ്. SC, ST, എക്സ്-സർവീസ്മെൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിന് 250. Only candidates who attend first stage CBT will get a refund of their examination fee as mentioned above. Okay, this fee of ₹250 shall be refunded duly deducting bank charges as applicable on appearing in first stage CBT. ഓക്കെ, ഈ 500 രൂപയിലുള്ള 400 രൂപ റീഫണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. CBT 1 അപ്പിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് 250 റീഫണ്ട് ചെയ്യും. മോഡ്സ് ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ട്. ഫീ പേയ്മെൻറ്റ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, UPI ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഫീ ക്യാൻ ബി പെയ്ഡ് ബൈ കാൻഡിഡേറ്റ്സ് ത്രൂ ഓൺലൈൻ മോഡ് ഓൺലി കേട്ടോ. There will be no option to pay fee through any other mode. Application received without the prescribed fee shall not be considered. അപ്പോൾ ഫീ അടച്ചില്ലെങ്കിൽ പറ്റില്ല. മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് പറയുന്നത് അടുത്ത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ് ആൻഡ് സൊറാസ്ട്രിയൻസ്, അതായത് പാസീസ്, സബ്ജect to revision, deletion or inclusion if any received till the last date of the submission of online application. അപ്പോൾ മൈനോറിറ്റി അഫിഡവിറ്റ് ഫോർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഡിക്ലറേഷൻ. മൈനോറിറ്റി കാൻഡിഡേറ്റ് ക്ലെയിമിംഗ് വേവർ ഓഫ് എക്സാമിനേഷൻ ഫീ വിൽ ബി റിക്വയർഡ് ടു ഫർണിഷ് ആൻഡ് അഫിഡവിറ്റ് നിങ്ങൾക്ക് ഫീ വേണ്ടാന്നുണ്ടെങ്കിൽ അത് അഫിഡവിറ്റ് ഫില്ല് ചെയ്യണം. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് ദോസ് ഹൂസ് ആനുവൽ ഫാമിലി ഇൻകം ഈസ് ലെസ് ദാൻ 50,000 ആണെങ്കിൽ ദേ ആർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണ് ആൻഡ് ആർ എലിജിബിൾ ഫോർ കൺസെഷണൽ ഫീ ആണ്. വാലിഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ഓൺ ദി ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യണം. പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് പറയുന്നുണ്ട് അനക്ഷർ 3A. ഓക്കെ, ദി ഫോളോയിങ് അതോറിറ്റീസ് ആർക്കൊക്കെ ഇഷ്യൂ ചെയ്യാമെന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഇവർക്കായിരിക്കും നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട അതോറിറ്റി ഉള്ളത്. അല്ലെങ്കിൽ BPL കാർഡ് ഓർ എനി അതർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ എ റിക്കഗ്നൈസ്ഡ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ അല്ലെങ്കിൽ ഇസാത്ത് MST ഇഷ്യൂഡ് ബൈ റെയിൽവേസ്, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിലും മതി. All EBC candidates who seek concessional fee should fill in the relevant details or valid EBC certificate, BPL card or ZMST in the online application, and same must be also be submitted in original at the time of document verification. അപ്പോൾ ഇങ്ങനെ ക്ലെയിം ചെയ്യാണ് ഫീസ് കൺസെഷൻ ക്ലെയിം ചെയ്യുന്നവർ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് കൊണ്ടുവരേണ്ടി വരും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത്. EBC and EWS are distinct categories ആണ്. EBC should not be confused with OBC. EBC candidates should be aware that they are entitled only for fee concession and not for job reservation. അപ്പോൾ EBC എന്ന് വെച്ചാൽ ഫീ കൺസെഷന് മാത്രമേ അവർ എലിജിബിൾ ഉള്ളൂ. ജോബ് റിസർവേഷൻ അവർ എലിജിബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. EBC OBC ആയിട്ട് കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ അത് അവരവരുടെ കാസ്റ്റ് ഏതാണെന്നുള്ളത് അവരവർ നിശ്ചയിക്കുക. അത് അറിയാമെന്നുള്ളവർക്ക് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. റീഫണ്ട് ഓഫ് എക്സാമിനേഷൻ ഫീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. വെർട്ടിക്കൽ റിസർവേഷൻ അതൊക്കെ പോട്ടെ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫോർ ഓക്കെ, ഇത് നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ ഇവിടെ നോക്കാനുണ്ട്. ഓൾ കാൻഡിഡേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി കമ്മ്യൂണിറ്റി വിൽ ബി കൺസിഡർഡ് അഗെയിൻസ്റ്റ് ജനറൽ.
എല്ലാ ജനറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അൺറിസർവ്ഡ് വേക്കൻസി സബ്ജക്റ്റ് ടു ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി ഹൗവർ വേക്കൻസീസ് റിസർവ്ഡ് ഫോർ സ്പെസിഫിക് ഗ്രൂപ്പ്സ് സച്ച് ആസ് SC ST OBC ഇവർക്ക് വിൽ ബി ഫിൽഡ് ഓൺലി ബൈ കാൻഡിഡേറ്റ്സ്. അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനെയും ശരിക്കും UR പോസ്റ്റിലേക്ക് വേക്കൻസീസിലേക്ക് കൺസിഡർ ചെയ്യും. പക്ഷേ SC ST OBC നോൺ ക്രീമിലെയർ EWSന് വേണ്ടിയിട്ടുള്ള വേക്കൻസീസ്, അതായത് അവർക്ക് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ളതിലേക്ക് അവരെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് എന്താണ്? ഷുഡ് ഫുൾഫിൽ ദ റിക്വസ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ അഗെയിൻസ്റ്റ് യു. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫോർ അവൈലിംഗ് റിസർവേഷൻ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? EWS SC ST OBC നോൺ ക്രീമിലെയർ കാൻഡിഡേറ്റ് ഷുഡ് ഫർണിഷ് ദി നെസസറി സർട്ടിഫിക്കറ്റ് ഇൻ ഒറിജിനൽ ഡ്യൂറിങ് DVയുടെ സമയത്ത് ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതാണ്. കാൻഡിഡേറ്റ്സ് should be issued by competent authorities as per the formats given at the Annexure 1. Annexure 1 തന്നേക്കുന്ന അതേ ഫോമാറ്റിൽ SC ST കാൻഡിഡേറ്റ്സ് കൊണ്ടുവരണം. Annexure 2 for OBC നോൺ ക്രീമിലെയർ ആൻഡ് Annexure 3 for EWS കാറ്റഗറീസ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ്റെ താഴെ തന്നെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കൊണ്ടുവരണം കേട്ടോ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫോർ OBC നോൺ ക്രീമിലെയറിന് ഈ അനക്ഷർ ഇതിൽ പറയുന്നതിന് പുറമെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻ ദാറ്റ് ദിസ് ഈസ് ഓൾസോ ടു സർട്ടിഫൈ ദാറ്റ് ഹി ഓർ ഷീ ഡസ് നോട്ട് ബിലോങ് ടു ദി പേഴ്സൺസ് ഓർ സെക്ഷൻസ് ക്രീമി ലെയർ മെൻഷൻ. ഈ ഒരു ഫോമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും OBC നോൺ ക്രീമി ലെയർക്കാർ കൊണ്ടുവരണം. അപ്പോൾ OBC നോൺ ക്രീമി ലെയറിന് 2 സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഒന്ന് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും പിന്നെ ഒരെണ്ണം കാസ്റ്റ് സർട്ടിഫിക്കറ്റും, രണ്ടും കൊണ്ടുവരണം. അതിൽ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. Reservation of OBC must ensure that he or she possesses the caste community certificate. Caste certificate ഉണ്ടാവണം. And does not fall in non-creamy layer certificate ഉണ്ടാവണം. During DV, such candidates should produce their original OBC non-creamy layer certificate valid as on the closing date of the submission of the application, and also ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്, അത് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. സ്റ്റേറ്റിംഗ് ദാറ്റ് ദേ ഡു നോട്ട് ബിലോങ് ടു ക്രീമി ലെയർ. അവരുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോമും DVയിൽ കൊണ്ടുവരണം. അപ്പോൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് 3 നിങ്ങൾക്ക് ഉണ്ടാവണം. Or else their claim for reservation will not be accepted and instead they may be treated as UR candidates. അല്ലെങ്കിൽ റിസർവേഷൻ ക്ലെയിം ഉണ്ടാവില്ല. Important. Community category status as on closing date of the submission of the application against the CN shall only be considered for reservation and related benefits as per eligibility. Any changes in this status thereafter shall not be entertained. എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഓർ കാറ്റഗറി ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആയിരിക്കണം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ കാര്യം പറയുകയാണ്. റിസർവേഷൻ കാൻഡിഡേറ്റ്സ് ഹൂ ആർ നോട്ട് കവേർഡ് അണ്ടർ ദി സ്കീം റിസർവേഷൻ ഓഫ് ഇതിൽ പറയുന്ന SC ST OBC നോൺ ക്രീമിലെയർ അല്ലാത്തവർ ഹൂസ് ഫാമിലി ഗ്രോസ് ആനുവൽ ഇൻകം ഇസ് ബിലോ 8 lakh, 8 ലക്ഷത്തിന് താഴെയാണ് വെച്ചാൽ ടു ബി ഐഡൻറ്റിഫൈഡ് ആസ് EWS ആയിരിക്കും കേട്ടോ. അവർ EWS ആയിരിക്കും. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിരിക്കും. ഇൻകം ഷാൽ ഓൾസോ ഇൻക്ലൂഡ് ഇൻകം ഫ്രം ഓൾ സോഴ്സസ്, എല്ലാ സോഴ്സസും കൺസിഡർ ചെയ്യണം. ഈ പറയുന്ന സാലറി ആണെങ്കിൽ അഗ്രികൾച്ചർ, ബിസിനസ്, പ്രൊഫഷൻ എക്സെട്ര. ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ ഒക്കെ നോക്കിയിട്ട് ഇൻകം വേണം. 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ whose family owns or possesses any of the following assets shall be excluded. ഇങ്ങനെ താഴെ പറയുന്ന ഈ അസറ്റുകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിലും അവരെ എക്സ്ക്ലൂഡ് ചെയ്യാം. എന്താണ്? 5 acre of agricultural land and above, residential flat of 10,000 square feet, residential plot of 100 square feet yard and above, residential plot of 200 square yards and above in areas of the notified municipalities. Okay, ഒന്ന് നോക്കിക്കോ. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പിന്നെ പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ഫാമിലി. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. EWS കാറ്റഗറിയിൽ വരുന്നവർ ഇൻകമും അസറ്റ് സർട്ടിഫിക്കറ്റും. ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടേണ്ടത്? ഈ പറയുന്ന ഇത്രയും ആൾക്കാരിൽ നിന്ന് ആയിരിക്കണം. ഇപ്പോൾ 2 EWSന് ഇൻകമും അസറ്റ് സർട്ടിഫിക്കറ്റും വേണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ ജനറലായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഹൊറിസോണ്ടൽ റിസർവേഷൻ്റെ കാര്യം പറയുന്നുണ്ട്.
അത് എക്സ് സർവീസ്മെൻറ്റിനാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല ഡീറ്റെയിൽഡ് ആയിട്ട്. അതൊക്കെ ഒന്ന് വായിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഒന്നും കൂടെ ഒരു വീഡിയോ ഇടാം എക്സ് സർവീസ്മെൻ്റെ കാര്യം. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഡിസബിലിറ്റീസിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോ ഇട്ടിടാം. അത് ഒക്കെ വളരെ മൈനോറിറ്റി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വിട്ടുപോകുന്നത് കേട്ടോ. സ്ക്രൈബ് അസിസ്റ്റൻസ് പറയുന്നുണ്ട്, NOC പ്രസൻറ്റ് എംപ്ലോയീസിന് NOC സർട്ടിഫിക്കറ്റ്, പിന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് അതൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ടിടാം, അതൊന്നിപ്പോൾ വേണ്ട. സിലബസ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് CBTൻ്റെ സിലബസ്, അതിൻ്റെ ഓരോ ടെക്നിക്കൽ ആൾക്കാരുടെയും സിലബസ് പറയുന്നുണ്ട്. ടെക്നിക്കൽ മീൻസ് ക്വാളിഫിക്കേഷൻ്റെ സിലബസ് പറയുന്നുണ്ട്. ഇനി എക്സാം ഗ്രൂപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എക്സാം ഗ്രൂപ്പൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ബ്രാഞ്ചിൻ്റെ അകത്താണ് കമ്പ്യൂട്ടർ സയൻസ് വരുന്നത്, അതൊക്കെ ഒന്ന് നോക്കുക. ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, എക്സാം ഗ്രൂപ്പ്, നോർമലൈസേഷൻ, കാൽക്കുലേഷൻ, എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നോർമലൈസ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ നോക്കാവുന്നതാണ്. എല്ലാം പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇപ്പോൾ ഒരു വീഡിയോയിൽ തീർക്കാൻ പറ്റത്തില്ല. മാൻഡേറ്ററി സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് ടു ബി കെപ്റ്റ് ബിഫോർ ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തൊക്കെയാണ്? റീസെൻറ്റ് ക്ലിയർ കളർ പാസ്പോർട്ട് സൈസ്, അതിന് മുന്നേ എന്തെങ്കിലും പറയുന്നുണ്ടോ ആയിക്കോട്ടെ. ABCD. How to apply? Candidate must read all the information or instructions carefully before filling the online application to prevent mistakes. Candidate must first create an account. നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് മതി എന്നുള്ളതും പറയുന്നുണ്ട്. Can apply for the notified post of any one RRB. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. Scribe for PWBD candidates, indicate the option for scribe if you are PWBD candidates ആണെങ്കിൽ അത് പറയുന്നുണ്ട്. മാൻഡേറ്ററി സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ, എഴുതി വെച്ചോളൂ. റീസെൻറ്റ് ക്ലിയർ കളർ ഫോട്ടോസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എഗെയിൻസ്റ്റ് പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ വൈറ്റ് ആയിരിക്കണം ഓഫ് ദി കാൻഡിഡേറ്റ്. JPEG ഇമേജ് ആയിരിക്കണം, 30x70 സൈസ് 30 to 70 KB ആയിരിക്കണം, 30 മുതൽ 70 KBക്ക് അകത്തായിരിക്കണം. വിത്തൗട്ട് വിയറിംഗ് ഡാർക്ക് ഗ്ലാസസ് ഓർ ക്യാപ്പ്. ക്ലിയർ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം, 30 to 70 KBക്ക് ഇടയിലായിരിക്കണം. അങ്ങനെ ഒരു JPEG ഇമേജാണ് വേണ്ടത്. മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 12 കോപ്പീസ് ഓഫ് ദി സെയിം ഫോട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ 12 കോപ്പി, ഒരു 10-15 കോപ്പി എടുത്ത് വെച്ചോളൂ കേട്ടോ. സെയിം ഫോട്ടോ തന്നെ നമുക്ക് വേണം. സ്കാൻഡ് JPEG ഇമേജ് ഓഫ് ദി കാൻഡിഡേറ്റ് സിഗ്നേച്ചർ വേണം. സിഗ്നേച്ചർ സ്കാൻഡ് JPEG ഇമേജാണ്, അതും 30 to 70 ഇടയിലായിരിക്കണം, KBക്ക് ഇടയിലായിരിക്കണം. SC/ST സർട്ടിഫിക്കറ്റ് വേണം, അത് 500 KB വരെ വരാൻ പാടുള്ളൂ. PWBD കാൻഡിഡേറ്റ് ഷുഡ് അപ്ലോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആസ് പെർ എബോവ് സ്പെസിഫിക്കേഷൻ ഓൺലി. രണ്ടുപേരും ഈ PWBD കാൻഡിഡേറ്റ്സും ഇതേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യണം. സ്ക്രൈബ് ആണെങ്കിൽ ആപ്ലിക്കബിൾ ഫോർ ദി എലിജിബിലിറ്റി ഓഫ് PWBD കാൻഡിഡേറ്റ്സ് ഓൺലി പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് സ്ക്രൈബ് ഡ്യൂലി അപ്ലോഡിങ് ഹിസ് ഓർ ഹർ. അവരുടെ സ്ക്രൈബിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും എഗെയിൻസ്റ്റ് പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരിക്കണം. JPEG ഇമേജ് ഇതേ സൈസ് തന്നെയാണ്, 30 to 70 KBയിൽ, വിത്തൗട്ട് വിയറിങ് ഡാർക്ക് ഗ്ലാസസ് അല്ലെങ്കിൽ ക്യാപ്പൊന്നും വിയർ ചെയ്യാത്ത. സ്ക്രൈബിൻ്റെ ഫോട്ടോയും വേണം സെയിം. ഫർണിഷിംഗ് ഓഫ് ദി ഇൻഫർമേഷൻ ഓഫ് ദി സ്ക്രൈബ് ഇസ് മാൻഡേറ്ററി. ചേഞ്ച് ഓഫ് സ്ക്രൈബ് അറ്റ് ദി എക്സാം വെന്യൂ ജനറലി നോട്ട് പെർമിറ്റ് ചെയ്യത്തില്ല. ഹൗവർ അണ്ടർ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് അത് വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ പെർമിറ്റ് ചെയ്യും. Candidates can use the service of Common Service Center, Ministry of Electronics and Information Technology, Government of India under Digital India Initiative for submitting online application. ഇവരുടെയൊക്കെ ഹെൽപ്പ് എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു വിസിറ്റ് ഒഫീഷ്യൽ RRB സൈറ്റ്സിൻ്റെ ലിങ്ക്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഏത് RRB ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവർ ഈ പറയുന്ന സൈറ്റ്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് കയറും. The onus of providing the validity of information submitted in the online application with original documents will lie on the candidates.
Important. All communication regarding important selection process shall be advised through the concerned RRB official website-ലൂടെ ആയിരിക്കും എല്ലാ ഇൻഫർമേഷനും ഇനിയുള്ളത് വരിക. However, in addition to the above, candidates must keep their personal mobile number, അതൊക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആക്റ്റീവായിട്ട് വയ്ക്കുക. ഇമെയിൽ ഐ ഡിയും ഇനി ചേഞ്ച് ഒന്നും പറ്റത്തില്ല. ഓക്കെ, അതുപോലെ ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ദി സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ജനറൽ ഗൈഡ് ലൈൻസ് എന്താണ്? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഫിൽ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം വിത്ത് കറക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് റീചെക്ക് ബിഫോർ സബ്മിഷൻ. ആപ്ലിക്കൻറ്റ് will not be able to make any correction in the online application after submission of the application. മീഡിയം ഓഫ് എക്സാമിനേഷൻ കുറേ ടൈപ്പ് ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. 13 റീജിയണൽ ലാംഗ്വേജസിലുണ്ട്, പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ട്. ഓക്കെ, മലയാളവും ഉണ്ട് എന്നാണ് തോന്നുന്നത്, മലയാളവും ഉണ്ട് കണ്ടോ. After submission of application, candidates will be directed to opt for the mode of payment of examination fee as para 7.1. ഓക്കെയാണ്. Finally, acceptance of the application will happen only after receiving confirmation of the fee payment. ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫൈനൽ കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. മോഡിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, 250 രൂപ അടയ്ക്കണം എന്നുള്ള കാര്യമൊക്കെ. പിന്നെ ഇൻവാലിഡ് ആപ്ലിക്കേഷൻ റിജക്ഷൻസ്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും, ഇൻവാലിഡ് ഫോട്ടോ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും, ഇൻവാലിഡ് സിഗ്നേച്ചർ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും, കാൻഡിഡേറ്റ്സ് നെയിം ഫിഗറിങ് ഡിബാർഡ് ലിസ്റ്റിലുള്ളതാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. പിന്നെ എനി അതർ ഇറഗുലാരിറ്റീസ്. റിജക്റ്റഡ് ആപ്ലിക്കേഷൻസ് ക്യാൻ ബി വ്യൂഡ് ഓൺ ദി വെബ്സൈറ്റ് ഓഫ് RRB കൺസേൺഡ് ബൈ ലോഗിൻ. റിജക്റ്റ് ചെയ്തോന്നില്ലെന്നൊക്കെ കൺസേൺഡ് RRBയിൽ നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഇതൊക്കെ പിന്നെ നോക്കാം. ഫ്രീ ട്രാവൽ, വെരിഫിക്കേഷൻ ഓഫ് ദി ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ദി ഫോമാറ്റ് ഓഫ് ദി സർട്ടിഫിക്കറ്റ്, DVൻ്റെ കാര്യമാണ്. Candidate shortlisted for DV will have to submit all the original documents along with the 2 sets of self-attest. അപ്പോഴാണ് നമുക്ക് self-attested photocopies വേണം, 2 സെറ്റ്. Documents to be brought by the candidates in original. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് DVൻ്റെ സമയത്ത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അൺഫെയർ പ്രാക്ടീസ് ഒന്നും, ഓക്കെ, മിസ്സലേനിയസ്, ബയോമെട്രിക്സ്, അബ്രിവേഷൻസ്, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനും EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സുമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അവരവരുടെ ഗ്രൂപ്പ് ഏതാണെന്നൊക്കെ. റെയിൽവേ സോൺസിൻ്റെയൊക്കെ അബ്രിവേഷൻസ് പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി പോവാം. പിന്നെ കണ്ടോ, അനക്ഷർ 1 വന്ന് ഫോമാറ്റ് ഫോർ SC/STൻ്റെ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇതേ ഒരു ഫോമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിരിക്കും. വേർഡൊക്കെ ഇതൊക്കെ തന്നെയാണോ എന്ന് അക്ഷയെന്നാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എൻഷുർ ചെയ്യുക. അനക്ഷർ 2 എന്ന് വെച്ചാൽ OBCൻ്റെ ആണ്, നോൺ ക്രീമി ലെയർ വരിക. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ OBCൻ്റെത്, ഇത് ഇത്രയും വന്നിട്ടുണ്ട്. പിന്നെ ഇൻകം ആൻഡ് അസൈസ് സർട്ടിഫിക്കറ്റ്, ഇതെന്തോ എക്കണോമിക്കലി വീക്കർ സെഷൻസിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ EBC കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളത്. ഡിക്ലറേഷൻ വേവർ, എക്സാമിനേഷൻ ഫീ വേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള EWS കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് പേരുടെ കാര്യം പറഞ്ഞുള്ളത്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഇത്. അപ്പോൾ അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ താഴെ തന്നെയുണ്ട്. പിന്നെ ലെറ്റർ ഫോർ അണ്ടർടേക്കിംഗ് ഫോർ യൂസേജ് ഓഫ് സ്ക്രൈബിൻ്റെത്, സബ്മിറ്റഡ് എക്സ് സർവീസ്മാൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ. പിന്നെ സിലബസ്, പിന്നെ ഇതിലെല്ലാം സിലബസാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു RRB JEEൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്നേക്കുന്നത്. പിന്നെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് പിന്നെ പറഞ്ഞേക്കുന്നത് സിലബസ് കഴിഞ്ഞിട്ട്. ഓരോ RRBയിലും എത്ര വേക്കൻസീസ് ആണ് ഉള്ളതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോസിൽ നോക്കാം. അപ്പോൾ ഈ ഇത്രയും വീഡിയോസ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് കൂടാതെ കൺസേൺഡ് RRB എടുക്കുമ്പോൾ അവരുടെ ഫാക്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവർ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതിന്. ഇത് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.